ഒന്നാമത്തെ യൂണിറ്റ് ആയ ഫണ്ടമെന്റൽ അപ്രോച്ചസ് ടു റൈറ്റിംഗ് എന്ന് പറഞ്ഞ ആ ഒരു യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് വേറൊന്നുമല്ല, ഈ യൂണിറ്റിൽ നമ്മൾ ആകെ 2 ടോപ്പിക് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അതായത് ദി ആസ്പെക്ട് അഥവാ ദി എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ്. ഓക്കെ, റൈറ്റിംഗിന്റെ ചില എലമെന്റ്സും അതേപോലെ തന്നെ റൈറ്റിംഗ് പ്രോസസ്സിനോടുള്ള ചില അപ്രോച്ചസും. ഓക്കെ, ഇത് രണ്ടുമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇന്ന് മൊത്തത്തിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നേരെ ലെസണിലോട്ട് വരാം. നമ്മൾക്കറിയാം ഈ ഒരു യൂണിറ്റിൽ മുഴുവനായിട്ടും നമ്മൾ റൈറ്റിംഗ് പ്രോസസ്സിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അല്ലെ. അതായത് ലേണിംഗിന്റെ ഡിഫറെന്റ് അബിലിറ്റീസിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത് LSRW അല്ലെ. എന്തൊക്കെയാണ് LSRW നമ്മൾ നോക്കിയിട്ടുണ്ടാ? ലിസണിങ്, S for speaking, then R for reading and W for writing അല്ലെ. ഈ 4 അബിലിറ്റീസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, സോ അതിൽ 4ാമത്തെ അബിലിറ്റി ആണ് ഏത്? റൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. സോ ആ റൈറ്റിംഗിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് അഥവാ എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് ആണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നോക്കിയാലോ. ഓക്കെ, ആദ്യം തന്നെ പറയാനുള്ളത് എന്താ? കണ്ടന്റ്. ഏതാ? കണ്ടന്റ്. ഓക്കെ, കണ്ടന്റിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നോക്കാം. റൈറ്റിംഗ് പ്രോസസ്സിൽ തന്നെ അല്ലെ, റൈറ്റിംഗ് പ്രോസസ്സിൽ തന്നെ ഏറ്റവും അത്യാവശ്യമായ ഒരു എലമെന്റ് ആണ് എന്ത്? കണ്ടന്റ് അല്ലെ. നമ്മളിപ്പോ ഒരു കണ്ടന്റ് അല്ലെ, ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എഴുതുന്ന ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഒന്നല്ലെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസിനെ തുടർന്നുകൊണ്ടുള്ള കണ്ടന്റ് ആയിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ തന്റെ സറൗണ്ടിങ്സ്, ചുറ്റുപാടിൽ നിന്നും അയാൾ ഗ്രഹിച്ചെടുത്ത കാര്യങ്ങളായിരിക്കും അയാളുടെ എഴുത്തിലെ കണ്ടന്റ് എന്ന് പറയുക. ഓക്കെ, സോ ഇത്തരത്തിൽ കണ്ടന്റ് എന്ന് പറയുന്ന എലമെന്റ് റൈറ്റിംഗ് പ്രോസസ്സിൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. മനസ്സിലായല്ലോ. ഇനി രണ്ടാമത് നമുക്ക് നോക്കാം ഫോം. എന്താ ഫോം? ഫോം എന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഫോം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു പീസ് ഓഫ് റൈറ്റിംഗ്. ഓക്കെ, റൈറ്റിംഗിന്റെ ഒരു പീസ് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് എന്നതാണ് ഇവിടെ ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഓതർ, ഒരു എഴുത്തുകാരൻ ഏത് ഭാഷയിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഏത് ടോൺ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഏത് തരം സ്ട്രക്ചറാണ് അയാൾ എന്ത് ചെയ്യുന്നത്, ഏതുതരം സ്ട്രക്ചർ ഉപയോഗിച്ചിട്ടാണ് അയാൾ എഴുതുന്നത്. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കൂടിയിട്ടാണ് ഒരു ഫോം ഇവിടെ രൂപപ്പെടുന്നത്. മനസ്സിലായോ? ഇത് പൂർണ്ണമായിട്ടും എഴുത്തുകാരന്റെ ഇഷ്ടമാണ്. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഫോം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫോം എന്ന് പറയുന്നതും എന്താണ്? റൈറ്റിംഗിന്റെ ഒരു വലിയൊരു എലമെന്റ് ആയിട്ടാണ് നമ്മൾ ഇവിടെ കണക്കൂട്ടുന്നത്. മൂന്നാമത്തെ നമുക്ക് നോക്കാം സ്ട്രക്ചർ. ഏതാ? സ്ട്രക്ചർ അല്ലെ. നമുക്കറിയാം സ്ട്രക്ചർ. ഇവിടെ സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റൈറ്റിംഗ് മെറ്റീരിയൽ, ഇപ്പൊ എഴുതുന്ന ആ മെറ്റീരിയലിന്റെ ഒരു ഓർഗനൈസേഷണൽ ഫോം ആണ് എന്ത്? സ്ട്രക്ചർ എന്ന് പറയുന്നത് അല്ലെ. അതായത് ആ സ്ട്രക്ചർ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു എഴുതിയ ഒരു പീസ് ഉണ്ടാവുമല്ലോ അല്ലെ. എഴുതപ്പെട്ട ഒരു പീസിന്റെ പീസിൽ എന്തൊക്കെ ഇവന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു, മാത്രമല്ല ആ ഇവന്റുകളൊക്കെ ഏത് രൂപത്തിലാണ് ഡെലിവർ ചെയ്യുന്നത്, മാത്രമല്ല അതൊക്കെ എങ്ങനെയാണ് ഈ എലമെന്റുകളൊക്കെ എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്, ഇത്തരത്തിലുള്ള സ്ട്രക്ചർ, എഴുത്തിന്റെ ഒരു സ്ട്രക്ചർ ആണ് നമ്മുടെ ഇവിടെ എഴുത്തിൽ തന്നെ മൂന്നാമതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന മൂന്നാമത്തെ എലമെന്റ് ആയിട്ട് കൂട്ടുന്നത്. മനസ്സിലായല്ലോ. ഇനി നാലാമത്തത് നമുക്ക് നോക്കാം. ഏതാ? സ്റ്റൈൽ അല്ലെ. റൈറ്റിംഗ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒന്ന് തന്നെയാണ് എന്ത്? സ്റ്റൈൽ. കാരണം ഈ സ്റ്റൈൽ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു എഴുത്തുകാരന്റെ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു എഴുത്തുകാരന്റെ ഒരു പ്രത്യേകതയാണ്.
കാര്യത്തെയാണ് നമ്മളിവിടെ സ്റ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എന്താന്ന് വെച്ചാൽ ഓരോ എഴുത്തുകാരും ഓരോ റൈറ്ററിനും ഓരോ തരം സ്റ്റൈലാണ് ഉണ്ടാവുക. മനസ്സിലായല്ലോ? അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റൈലുകൾ എന്ന് പറയുന്നത് ഓരോ എഴുത്തുകാരിൽ നിന്നും എന്തായിക്കൊണ്ടിരിക്കും? വ്യത്യസ്തരായിക്കൊണ്ടേയിരിക്കും. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഈ 4 കാര്യങ്ങളാണ് എന്ത്? ദി എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ്. എഴുത്തിന്റെ 4 എലമെന്റുകളാണ്. ഏതൊക്കെ? കണ്ടന്റ്, ഫോം, സ്ട്രക്ചർ, മറ്റൊന്നെന്താ? സ്റ്റൈൽ. അല്ലെ? ഈ കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തെ ടോപ്പിക്കില് ഡിസ്കസ് ചെയ്യാനുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ. സോ നമുക്കിനി രണ്ടാമത്തെ ഒരു ടോപ്പിക്കിലോട്ട് പോകാം. അതാണ് എന്ത്? ബേസിക് അപ്രോച്ചസ് ഇൻ റൈറ്റിംഗ് പ്രോസസ്. അതായത് ഒരു എഴുത്ത് അല്ലെങ്കിൽ റൈറ്റിംഗ് പ്രോസസ് നടത്തുമ്പോൾ, റൈറ്റിംഗ് പ്രോസസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത്, എന്തൊക്കെ അല്ലെങ്കിൽ ഏത് രീതിക്കാണ് നമ്മൾ ആ പ്രോസസ്സിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിലെ രണ്ടാമത്തെ ടോപ്പിക് ആയിട്ട് നോക്കാനുള്ളത്. അതിൽ ആദ്യം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? ഈ റൈറ്റിംഗ് പ്രോസസ് നടപ്പിലാക്കാനുള്ളത്. എങ്ങനെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. ഓക്കെ. സോ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. എന്താ? പ്ലാനിങ് ഓർ പ്രീ റൈറ്റിംഗ്. എന്താണ് ഇവിടെ പ്ലാനിങ് ആൻഡ് പ്രീ റൈറ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ എഴുതാൻ നിൽക്കുമ്പോൾ ഞാൻ എഴുതാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. ഓക്കെ. അതായത് പ്ലാൻ എഴുതണം. അതായത് ഇപ്പൊ നമ്മള് ഞാൻ എങ്ങനെ എഴുതും, ഏതൊക്കെ രൂപത്തിൽ എഴുതും, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ എഴുതും, ഏതൊക്കെ ഇവന്റുകൾ ഞാൻ എഴുതും, ആ ഇവന്റുകളൊക്കെ എത്തരത്തിൽ ഞാൻ എഴുതും എന്നുള്ള ഒരു പ്ലാനിങ്. അതായത് ആ പ്ലാനിങ് എന്ത് ചെയ്യണം? എഴുതുന്നതിന് മുൻപ് നമ്മൾ ചെയ്യണം. അഥവാ ഇതിനെ നമ്മൾ പ്രീ റൈറ്റിംഗ് എന്നുകൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അഭിസംബോധന ചെയ്യുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി രണ്ടാമത്തെ പ്രോസസ്സിലോട്ട് വരാം. എന്താണ്? ഓർഗനൈസിങ്. എന്താണ്? ഓർഗനൈസിങ്. അതായത് ഇവിടെ ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ പ്രീ റൈറ്റിംഗ് ചെയ്തു വെച്ച കാര്യത്തിൽ നിന്നും നമുക്ക് ആവശ്യമായത് മാത്രം, അല്ലെ, ആവശ്യമായ പീസുകൾ മാത്രം അതിൽ നിന്നും എക്സ്ട്രാക്ട്, അതിൽ നിന്നും എടുത്തിട്ട് എന്ത് ചെയ്യണം? ചില പ്രത്യേക രൂപത്തിൽ എന്ത് ചെയ്യണം? ഓർഗനൈസ് ചെയ്യണം. അഥവാ അതിനൊരു അടുക്കും ചിട്ട വരുത്തണം. മനസ്സിലായല്ലോ? അതാണ് റൈറ്റിംഗ് പ്രോസസ്സിലെ രണ്ടാമത്തെ സ്റ്റെപ്പ്. എന്താണ്? ഓർഗനൈസിങ്. മനസ്സിലായല്ലോ? ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാന്ന് നോക്കാം. റൈറ്റിംഗ് അഥവാ ഡ്രാഫ്റ്റിംഗ്. ഇവിടെ എന്താ നോക്കാം? ഏർലി റൈറ്റിംഗ് സ്റ്റേജിന്റെ ഭാഗമായിട്ട് തന്നെ എന്ത് ചെയ്യണം? റഫായിട്ട്, അല്ലെ, റഫായിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ആദ്യം നമ്മൾ പ്രീ റൈറ്റിംഗ് ചെയ്തു, പിന്നെ എന്ത് ചെയ്തു? അതിൽ നിന്നും ആവശ്യമുള്ള പീസുകൾ മാത്രം കളക്ട് ചെയ്തു, ഓർഗനൈസിങ് ചെയ്തു, അല്ലെ, അതിനൊരു അടുക്കും ചിട്ട വരുത്തി. മൂന്നാമതായി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഒരു റഫ് ഡ്രാഫ്റ്റ് എന്ത് ചെയ്യാണ്? എഴുതി നോക്കുകയാണ്. ഓക്കെ. അതായത് എന്തൊക്കെ വേണം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യണം, ഇത്തരത്തിലുള്ള ഒരു റഫ് ആയിട്ടുള്ള ഒരു ഡ്രാഫ്റ്റ് എഴുതുന്ന മൂന്നാമത്തെ പ്രോസസ്സാണ് എന്ത്? ഡ്രാഫ്റ്റിംഗ്. മനസ്സിലായി? നാലാമത്തേതാണ് എന്ത്? എഡിറ്റിംഗ്. എന്താണ്? എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലെ, ഇപ്പൊ ഈ എഴുതിയ സംഗതി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ച ആ ഒരു കോപ്പിയിൽ നിന്നും എന്തൊക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതൊക്കെ കണ്ടാൽ എന്ത് ചെയ്യുക? റിമൂവ് ചെയ്ത് മാറ്റുക. നമുക്ക് വേണ്ട എന്ന് തോന്നുന്നത് എന്ത് ചെയ്യുക? എഡിറ്റ് ചെയ്ത് മാറ്റുക. അല്ലെങ്കിൽ പുതിയതായി എന്തെങ്കിലും ചേർക്കണമെങ്കിൽ അത്തരത്തിൽ ചേർക്കുകയും ചെയ്യാം. ഈ ഒരു പ്രോസസ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നമ്മുടെ നാലാമത്തെ സ്റ്റെപ്പായ എഡിറ്റിംഗിലാണ്. ഓക്കെ, നമുക്ക് അറിയാലോ, അല്ലെ. ഇനി അഞ്ചാമത്തെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് റിവൈസിങ്. നമുക്കറിയാം, ഇത്രയും എഡിറ്റ് ചെയ്യപ്പെട്ട ആ ഒരു പീസ് ഓഫ് വർക്ക് അല്ലെങ്കിൽ ആ ഒരു പീസ് ഓഫ് റൈറ്റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വീണ്ടും ആദ്യം മുതൽ അവസാനം വരെ റിവൈസ് ചെയ്ത് വായിച്ചു പോകുന്നു. ഈ റിവൈസ് ചെയ്ത് വായിച്ചു പോകുന്നതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് പുതിയ പീസ് അല്ലെങ്കിൽ പുതിയ ചില ഇൻഫർമേഷൻ അതിൽ ആഡ് ചെയ്യണം എന്ന് തോന്നും. മനസ്സിലായോ? അല്ലെങ്കിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നുമോ, ഈ ഒരു സെന്റൻസ് അല്ലെങ്കിൽ ഈ ഒരു കാര്യം ഇതിൽ വേണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അവസാനമായിട്ടുള്ള ഒരു ഒറ്റ നോട്ടമാണ് ഇവിടെ റിവൈസിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ റിവൈസിങ്ങിലൂടെ നമുക്ക് വേണ്ട എന്ന് തോന്നിയ കാര്യങ്ങൾ ചിലപ്പോൾ റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവസാനമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് എവിടെയാണ്? റിവൈസിങ്ങിലാണ്. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ എന്ത്? ദി ബേസിക് അപ്രോച്ചസ് ഓഫ് റൈറ്റിംഗ് പ്രോസസ്. റൈറ്റിംഗ് പ്രോസസ്സിന്റെ അപ്രോച്ചുകൾ ഏതൊക്കെയാണ് എന്നോട് പറഞ്ഞേ? ആദ്യം തന്നെ പ്ലാനിങ് ഓർ പ്രീ റൈറ്റിംഗ്, രണ്ടാമത്തേത് ഏതാ? ഓർഗനൈസിങ്, മൂന്നാമത്തേതോ ഡ്രാഫ്റ്റിംഗ്, നാലാമത്തേത് എന്താ?
എഡിറ്റിംഗ്. അഞ്ചാമത്തേതോ റിവൈസിംഗ്. മനസ്സിലായല്ലോ? ഇത്തരത്തിലാണ് റൈറ്റിംഗ് പ്രോസസ്സിന്റെ ബേസിക് അപ്രോച്ച് വരുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ ഈ യൂണിറ്റിൽ. രണ്ട് ടോപ്പിക് ആണ് നമുക്ക് ഈ യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നെന്താ ഡിഫറെന്റ് എലമെന്റ്സ്, എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ്. എലമെന്റ്സ് ഓഫ് റൈറ്റിംഗ് എന്താണ്? കണ്ടന്റ്, ഫോം, സ്ട്രക്ചർ, സ്റ്റൈൽ അല്ലേ? പിന്നെ പഠിച്ചത് എന്താ? അപ്രോച്ചസ് ഓഫ് റൈറ്റിംഗ് പ്രോസസ്. അതിൽ ഏതൊക്കെ ഉണ്ട്? പ്രീ റൈറ്റിംഗ്, മാത്രമല്ല ഓർഗനൈസിംഗ്, ഡ്രാഫ്റ്റിംഗ്, എഡിറ്റിംഗ് ആൻഡ് റിവൈസിംഗ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠങ്ങൾ തന്നെയാണ് ഈ രണ്ട് ടോപ്പിക്കും. ഉറപ്പായിട്ടും ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന്. സോ വായിച്ചു നോക്കുക, അപ്പൊ കുറെ കൂടി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. നമുക്ക് ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ കാണാം. ഓക്കെ, സോ അതുവരെയും ബൈ.